ചങ്ങായിമാരെ, ആദ്യമേ ഞാനൊരു സോറി എന്ന് തുടങ്ങുകയാണ്. എല്ലാ ജാതിയിലും നല്ല സപ്പോർട്ട് തരുന്ന ഒരുപാട് സഹോദരന്മാരുണ്ട്. അവരോട് താങ്ക്സ് പറയാണ്. ഇപ്പോൾ ഒരു കാര്യം പറയുന്നതെന്ന് വെച്ചാൽ, ഏറ്റവും കൂടുതൽ ബാഡ് കമൻറ്റുകൾ ഇടുന്നത് മുസ്ലിം നാമത്തിലുള്ള ഫേസ്ബുക്ക് യൂസേഴ്സാണ്. അല്ലെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ട്. ഏറ്റവും മോശം കമൻ്റ് ഇടുന്നത് മുസ്ലിം നാമമുള്ള ആൾക്കാരാണ്. ഇനി ഒറിജിനൽ മുസ്ലിങ്ങളാണോ അതോ ഫേക്കായിട്ട് ചില വേറെ ജാതിക്കാർ ഫേക്കായിട്ട് ഇടുന്നതാണോ, ഇതൊന്നും എനിക്ക് അറിഞ്ഞൂടാ കേട്ടോ. ചില കുട്ടികൾ മാനം മറിച്ച് അവർ കടങ്കഥകളായിരിക്കും ചോദിക്കുന്നത്, അല്ലെങ്കിൽ കുസൃതി ചോദ്യമായിരിക്കും ചോദിക്കുന്നത്, അല്ലെങ്കിൽ നോർമലി എന്നെപ്പോലെ വീഡിയോ ചെയ്യുന്ന പെണ്ണുങ്ങളായിരിക്കും. എൻ്റെ പടച്ചോനെ, പബ്ലിക് കക്കൂസാണോ നിൻ്റെയൊക്കെ തലമണ്ടയിൽ? ഒന്നുമില്ലെങ്കിൽ ഇതൊരു റംസാൻ മാസമല്ലേ? ഒന്നുമില്ലെങ്കിൽ ഇതൊരു റംസാൻ മാസമല്ലേ? നീയൊക്കെ മുസ്ലിങ്ങളാണെങ്കിൽ, അല്ലെങ്കിൽ ഞാനൊരു കാര്യം പറയട്ടെ, നിങ്ങൾക്ക് ഇങ്ങനെ ബാഡ് കമൻറ്റ് ഇടുമ്പോൾ നിങ്ങളുടെ കൈയും കാലും ഒന്നും തോന്നുന്നില്ലേ നിങ്ങൾക്ക്? നിങ്ങളുടെയൊക്കെ അച്ഛനും അമ്മയും നിങ്ങളെയൊക്കെ പഠിപ്പിച്ചു വിട്ട് ഇതാണ്. നിങ്ങൾക്ക് ഒരാളുടെ വീഡിയോ ഇഷ്ടപ്പെടുന്നില്ലെങ്കിൽ നിങ്ങളത് സ്കിപ്പ് ചെയ്ത് പോവുക, അല്ലെങ്കിൽ ബ്ലോക്ക് ചെയ്ത് പോവുക. നിങ്ങൾക്കറിയാത്ത ക്വസ്റ്റ്യൻ ആയിരിക്കും, അല്ലെങ്കിൽ നിങ്ങൾക്കറിയാത്ത കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നില്ലെങ്കിൽ അവളമാരെ അല്ലെങ്കിൽ അവളമാരുടെ കുടുംബക്കാരെ വന്നിട്ട് ചീത്ത വിളിക്കുകയാണോ വേണ്ടത്? സോഷ്യൽ മീഡിയ എന്താ നിങ്ങളുടെയൊക്കെ അപ്പൂപ്പൻ്റെ വകയാണോ? അവനവൻ്റെ മൊബൈലിൽ വെച്ചിട്ട് അവനവൻ്റെ ഇഷ്ടത്തിന് വീഡിയോസ് ചെയ്യുന്നു. തുണിയില്ലാത്ത വീഡിയോയുടെ അടിയിലൊന്നും നിങ്ങൾ പോയിട്ട് ഇതുപോലുള്ള കമൻറ്റുകളൊന്നും ഇടുന്നില്ലല്ലോ. ഇടുന്നുണ്ടോ? എന്തുവാ ഇത്? ശരിക്കും പറഞ്ഞാൽ ഈ മുസ്ലിം നാമത്തിലുള്ള ചില നല്ല അച്ഛന് ജനിക്കാത്ത, അത് ആരാന്ന് എനിക്കറിയില്ല, ഈ ഒരു വീഡിയോ കാണുമ്പോൾ ചിലർ നെഗറ്റീവ് കമൻ്റ് ഇടും. സത്യമായിട്ട് പറയാം സഹോദരങ്ങളെ, ചങ്ങായിമാരെ, സത്യമായിട്ട് പറയാണ്. അതിനി ഫേക്കാണോ ഒറിജിനലാണോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. മുകളിലിരിക്കുന്ന പടച്ചോന് മാത്രമേ അറിയുള്ളൂ. എന്തിനാ നിങ്ങൾ വിചാരിക്കുന്നത് നിങ്ങൾ 2-3 ചീത്ത ഇട്ടാൽ, അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും പറഞ്ഞാൽ അവർക്ക് എന്തെങ്കിലും പറ്റുമെന്നാണ്? ഇപ്പോൾ എൻ്റെ കമൻറ്റിൻ്റെ അടിയിൽ വന്നിട്ട് എന്നെ ചീത്ത പറഞ്ഞാൽ എനിക്ക് ഒന്നും പറ്റില്ല. ഞാൻ ആ കമൻറ്റ് മൈൻഡ് പോലും ചെയ്യില്ല, അവിടെ കിടക്കും. കാരണം എല്ലാവരും കാണണം. നിങ്ങളുടെ അച്ഛനും അമ്മയും നിങ്ങളെ പഠിപ്പിച്ച് വിട്ടത് നിങ്ങളുടെ സ്റ്റാൻഡേർഡ് എന്താന്ന്. നല്ല അച്ഛനും അമ്മയ്ക്കും ജനിച്ച മക്കൾക്ക് മാത്രമേ പൊതുസമൂഹത്തിൽ അല്ലെങ്കിൽ കുടുംബത്തിലുള്ളവർക്ക് നല്ലതായിട്ട് പെരുമാറാൻ പറ്റുകയുള്ളൂ. നല്ല അച്ഛന് ജനിക്കണം, അല്ലാത്തവർ ഇതുപോലെ കാണിക്കും. അപ്പോൾ എല്ലാവരും വന്ന് കണ്ടിട്ട് പോട്ടെന്ന് വിചാരിക്കും. എന്നിട്ട് പറഞ്ഞിട്ട് ഞാൻ വീഡിയോ നിർത്തുമെന്നാ, അല്ലെങ്കിൽ അതുപോലുള്ള മറ്റുള്ള പിള്ളേർ വീഡിയോ നിർത്തുമെന്നാണ് നിങ്ങൾ കരുതിയത്? ഒന്നുമില്ലെന്നേ. അവരൊരിക്കലും വീഡിയോ നിർത്തത്തില്ല. അവർക്ക് അത്രയ്ക്കും ധൈര്യം ഉള്ളതുകൊണ്ടായിരിക്കും ഫേസ് കാണിച്ച് അവർ വീഡിയോ ചെയ്യുന്നത്. പിന്നെ എന്തിനാണ് ഈ ഒരു നല്ല മാസം നിങ്ങൾ, വേറൊന്നും എനിക്ക് പറയാനില്ല. ഇനിയെങ്കിലും നിങ്ങളുടെ ഈ പരിപാടി നിങ്ങൾ നിർത്തിയാൽ നിങ്ങൾക്ക് കൊള്ളാം. എനിക്കൊന്നുമില്ല, പറയണമെന്ന് തോന്നി ഞാൻ പറഞ്ഞു, അത്ര തന്നെ. അപ്പോൾ ഓക്കെ.